കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് കോൺഗ്രസിന് വോട്ടർമാർ വോട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് വോട്ടർമാർ വോട്ട് ചെയ്തത്? ഈ ചോദ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്നല്ലേ? ചോദിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്നത്. BJPയെ നേടാനാണ് കോൺഗ്രസിന് ജനങ്ങൾ വോട്ട് ചെയ്തത്, വോട്ടർമാർ വോട്ട് ചെയ്തത് എന്ന കാര്യം സംശയമേയില്ല. BJPയും കോൺഗ്രസും തന്നെയാണ് ദേശീയ തലത്തിൽ പ്രമുഖരായ രണ്ട് കക്ഷികൾ. അതിൽ BJPയെ തോൽപ്പിക്കണമെങ്കിൽ കോൺഗ്രസിന് നല്ല സീറ്റ് ബലം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും കോൺഗ്രസിനെ വിജയിപ്പിച്ചത് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അതൊരു മുന്നണിയായി മാറിയപ്പോൾ കൂടുതൽ ശക്തി കോൺഗ്രസിന് കിട്ടി എന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ 99 സീറ്റ് നേടി കോൺഗ്രസ് ശക്തി തെളിയിച്ചു എന്ന് പറയാം. പക്ഷേ എന്തിനു വേണ്ടി എന്ന ചോദ്യം ഉയരുകയാണ്. BJPയെ എതിരണം, ശക്തമായ പ്രതിപക്ഷമായി പാർലമെന്റിൽ ഉണ്ടാകണം. ശക്തമായ പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടാകണമെങ്കിൽ ശക്തനായ ഒരു നേതാവ് ഉണ്ടാകണം. ആരാണ് കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് എന്നാണ് നമ്മൾ കരുതിയത്? അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിന്റെ ശക്തനായ നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം മല്ലികാർജുന ഖാർഗെയുടെ AICC പ്രസിഡന്റിന്റെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന്, വയനാടിൽ നിന്ന് രാഹുൽ ഗാന്ധി പിന്മാറുന്നു, പകരം ആര് അവിടെ മത്സരിക്കണം എന്ന കാര്യം. അതോടൊപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനം ആര് ഏറ്റെടുക്കും എന്ന്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിച്ചിരുന്നില്ല, എങ്കിലും ആലങ്കാരികമായി ആ പദവി നൽകിയിരുന്നു. അത് നിയമപരമായ പ്രതിപക്ഷ നേതൃസ്ഥാനമായിരുന്നില്ല, പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനമായിരുന്നില്ല. എന്നാൽ ഇത്തവണ കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് എന്ന പദവി തന്നെ ലഭിക്കും. ആ പദവിയിലേക്ക് വരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ, എന്ന് വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകൾ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. ഇന്ത്യയിലെ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളും വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിന് തയ്യാറാവില്ല. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്നു. എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയുമുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹം ഒളിച്ചോടുന്നു? ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ പരാജയം. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാജയവും. രാഹുൽ ഗാന്ധി ഒരു യഥാർത്ഥ നേതാവല്ല, ഊതിവീർപ്പിച്ച ഒരു പൊള്ളയായ ബലൂണാണ് എന്നൊക്കെയുള്ള പരാമർശം ഭരണപക്ഷത്ത് നിന്ന്, എന്ന് വെച്ചാൽ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. കൃത്യമായ സമയത്ത് ഇടപെടാൻ കഴിയാതെ ആ സമയത്ത് ഒളിച്ചോടുക. പ്രധാനപ്പെട്ട പ്രശ്നം രാജ്യം നേടുമ്പോൾ രാജ്യത്ത് നിന്ന് തന്നെ പുറത്തേക്ക് പോകുക. ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരിക. AICCയുടെ നേതൃത്വം, AICC പ്രസിഡന്റ് എന്ന നേതൃത്വം ഏറ്റെടുക്കാതിരിക്കുക, അത് മറ്റൊരാൾക്ക് നൽകുക. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതിരിക്കുക. എന്ന് വെച്ചാൽ പാർലമെന്റിലാണ് ഒരു നേതാവിന്റെ കഴിവ് മാറ്റുരയ്ക്കപ്പെടുന്നത്. അപ്പുറത്തിരിക്കുന്നത് ആരൊക്കെയാണ്? അമിത്ഷാ, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ നേതാക്കളാണ്. ആ പ്രഗത്ഭരായ നേതാക്കളോട് അതിനേക്കാളും വലിയ പ്രാഗൽഭ്യത്തോടുകൂടി ഏറ്റുമുട്ടേണ്ട ഉത്തരവാദിത്വമുണ്ട് പ്രതിപക്ഷത്തിന്. ആ നിലയിലേക്ക് രാഹുൽ ഗാന്ധി മാറേണ്ടതുണ്ട്, വളർന്നു വരേണ്ടതുണ്ട്. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം ഒളിച്ചോടുകയാണ്. ചോദ്യങ്ങൾ ഉയർന്നു വന്നാൽ മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം ഒളിച്ചോടുന്നു എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അത് ശരിവെക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. കാരണം പാർലമെന്റിൽ ഈ PR ടീമിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പാർലമെന്റിന് പുറത്ത് പ്രസംഗിക്കുമ്പോഴൊക്കെ PR ടീം എഴുതി കൊടുക്കുന്ന വാചകങ്ങൾ ആ താളത്തിന് ഒപ്പിച്ച് പറയാനുമൊക്കെ കഴിയും. അത് എല്ലാവർക്കും കഴിയുന്ന കാര്യം തന്നെയാണ്. നരേന്ദ്രമോദിയും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിന് അകത്ത് എതിരാളികളെ നേടാൻ കഴിയുന്ന തരത്തിൽ മാറിയിട്ടുണ്ട്. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നിരയെ കടന്നാക്രമിക്കുന്നത് അമിത്ഷായാണ്. അമിത്ഷാ തഴക്കം വന്ന രാഷ്ട്രീയ നേതാവായതുകൊണ്ട് തന്നെയാണ് അതിന് കഴിയുന്നത്. ആ നിലയിലേക്ക് രാഹുൽ ഗാന്ധി വരണം. ചിലപ്പോൾ ചില പാഴ്ചകളൊക്കെ പറ്റിയേക്കാം. അത് തുടക്കക്കാരൻ എന്ന നിലയിൽ പറ്റും. അങ്ങനെ പറ്റി പരാജയപ്പെട്ടാണ് വിജയിക്കേണ്ടത്. എല്ലാ കാലത്തും വിജയമല്ല കൂടെ ഉണ്ടാകുക എന്നോർക്കണം. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ദൗത്യം കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച രാഷ്ട്രീയ ദൗത്യമുണ്ട്. ആ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കാതെ അദ്ദേഹം ഒളിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ. രാഹുൽ ഗാന്ധിക്ക് പകരം 3 പേരെയാണ് AICC പരിഗണിക്കുന്നത്. ഒന്ന് കുമാരി സൽജ, ഗൗരവ് ഗൊഗോയ്, മനീഷ് തിവാരി എന്നീ 3 പേരെ. ഈ 3 പേരുടെ പാനൽ കഴിഞ്ഞ ദിവസം മല്ലികാർജുന ഖാർഗെയുടെ വീട്ടിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 3 പേരിൽ ഒരാളായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നാണ് അറിയുന്നത്. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇല്ല, എനിക്ക് ആ പണി പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ രാജ്യത്തെ നയിക്കുക?
പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ ജനങ്ങൾ വിശ്വസിക്കുക, വോട്ടർമാർ വിശ്വസിക്കുക? ഇപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്തവരോട് അദ്ദേഹം ചെയ്യുന്ന ചതിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവിടെ നിന്ന് എന്ന് വെച്ചാൽ BJPയെ മുഖാമുഖം നേരിടേണ്ട അവസ്ഥയിൽ നിന്ന്, ഒരു പോരാളിയെ പോലെ നിന്ന് പോരാടേണ്ട അവസ്ഥയിൽ നിന്ന് അദ്ദേഹം മെല്ലെ മെല്ലെ പിറകോട്ട് വലിയുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യക്ക് ഒരു നല്ല പ്രതിപക്ഷ നേതാവിനെ സമ്മാനിക്കാൻ കോൺഗ്രസിന് കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. കോൺഗ്രസ് അവരെ വിശ്വസിച്ച് വോട്ട് ചെയ്തവർക്ക് നൽകുന്ന ഒരു തിരിച്ചടി കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.